ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹൊസൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം നാളുകൾ നീണ്ടു നിന്ന ഒരു സ്വപ്നമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ടുള്ള തോമാസ് സ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആ ബസിലിക്കയോട് ചേർന്നുകൊണ്ട് ആ ബസിലിക്കയുടെ തൊട്ടടുത്തായി സീറോ മലബാർ സഭയ്ക്ക് ഒരു പിടി മണ്ണ് വേണം എന്ന ഒരു ആഗ്രഹം ഹൊസൂർ രൂപതാധ്യക്ഷൻ അഭിമന്യമാർ സെബാസ്റ്റ്യൻ പുഴവലിപ്പറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടുള്ള അധ്വാനങ്ങളും ആ പ്രയത്നങ്ങളും വളരെ നാളുകളായി നടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ അധ്വാനത്തിന്, ആ പ്രയത്നങ്ങൾക്ക് സ്വർഗം ഒരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് അഭിമാനമായി തീരുന്ന ഒരു ഇടത്താണ്. തോമാസ് സ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂർ ആ സാന്തോ ബസിലിക്ക അതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ഇന്ന് ഒരു കെട്ടിടം ലഭിച്ചിരിക്കുന്നു, കുറച്ച് സ്ഥലം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നാളുകൾ നീണ്ട ഒരു പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയും ഉത്തരമായി സ്വർഗം നൽകിയിരിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ. എന്തൊക്കെ ഭാവി പരിപാടികളാണ് ഈ സെൻറ്ററിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് അഭിമന്യ പിതാവിൽ നിന്നും ഒപ്പം തന്നെ ഇവിടുത്തെ ചാർജുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ നിന്നും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. മൈലാപ്പൂര് തോമാസ്ലിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സാന്തോം കത്തീഡ്രലിൻ്റെ അരികിലായിട്ട് സീറോ മലബാർ സഭയ്ക്കുള്ള പിൽഗ്രിംസ് സെൻറ്ററിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു 4 ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഇതിന് മുകളിൽ ഈ സ്ഥലത്താണ് നമ്മൾ തീർത്ഥാടകർ വരുമ്പോൾ ബലിക്കുർബാനയ്ക്ക് അർപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പണികൾ പൂർത്തീകരിക്കണം. ഡ്രസ് വർക്ക് ചെയ്ത് സൈഡെല്ലാം അടച്ച് നമ്മളൊരു പള്ളി പോലെ ആക്കി തീർക്കണത്. എങ്കിലാണ് നമുക്കിവിടെ അവർക്ക് 100-300 പേർക്ക് കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തീർത്ഥാടകരിന് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പള്ളികളിൽ നിന്നും. ഈ ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് ഇതുപോലെ ചെറിയ ഗ്രൂപ്പായിട്ട് ഒരു ബസ്സിൽ നിന്നൊക്കെ കൂടുതൽ പേര് വരാണെങ്കിലും ഈ പള്ളി പോലെ ഇവിടെ സംവിധാനം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെയുള്ള ഈ 4 ഫ്ലാറ്റുകളും അവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടില്ല. നമ്മളതിൻ്റെ പ്രൊസീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് വളരെയേറെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഞാനിവിടെ നിൽക്കുക. സീറോ മലബാർ സഭയ്ക്ക് തോമാസ് സ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂര് സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സഭാ മക്കൾ എല്ലാവരും ഏതാനും നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് നമുക്കിവിടെ തോമാസ് സ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂര് ഒരു 8.5 സെൻറ്റോളം സ്ഥലം ഈ കെട്ടിടം അടക്കം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് നന്ദി പറയാം. ഏകദേശം 9 കോടി രൂപയോളാണ് ഇത് നമുക്ക് ചെലവ് വന്നു ഈ സ്ഥലത്തിന് കെട്ടിടത്തിനും കൂടി. ഒരു 4 ഫ്ലാറ്റ് അടങ്ങുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത്. അതിൽ 4 ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് ഇപ്പോൾ ഈ മൈലാപ്പൂർ സീറോ മലബാർ ഇടവക സമൂഹം ഉപയോഗിക്കുന്നു. ഇതൊരു ചെറിയ ചാപ്പലായിട്ട് മാറ്റി. പിന്നെ വികാരിച്ചൻ അവിടെ താമസിക്കുന്നു. ജോഷിൻ കൊക്കനച്ചനാണ് ഇവിടുത്തെ വികാരിച്ചൻ, സീറോ മലബാർ സഭയുടെ ഈ മൈലാപ്പൂർ ഇടവക വികാരി. മറ്റു 4 ഫ്ലാറ്റുകളുടെയും മുകളിലായിട്ട് ഓപ്പൺ ടെറസിൽ നമ്മൾ ചെറിയൊരു സംവിധാനം, ഒരു പള്ളി പോലെ ഉണ്ടാക്കി തീർത്ഥാടകർ വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കല്യാൺ രൂപതയിൽ നിന്നാണ് ഒരു ഇടവകയിൽ നിന്ന് തീർത്ഥാടകർ വന്നിരിക്കുന്നു. തോമാസ് സ്ലീഹായുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇതിന് മുകളിൽ നമ്മൾ ഒരു ചെറിയ ട്രസ് വർക്കൊക്കെ ചെയ്ത് ഒരു പള്ളി പോലെ സംവിധാനം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 100-300 പേർക്ക് നിൽക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ലോ. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ഈ 9 കോടി രൂപയിൽ 4.5 കോടി രൂപയോളം നമ്മുടെ നാട്ടിലെ ഇടവകയിലെ ആളുകളൊക്കെ സഹകരിച്ച് തന്നതാണ്. ബാക്കി ഒരു 4.5 കോടി രൂപയോളം നമ്മൾ ബാങ്ക് ലോണൊക്കെ എടുത്തിരിക്കുന്നു. 2.5 കോടി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും കിട്ടി. ഇനി ഞാൻ എല്ലാ പള്ളികളിലേക്കും ലെറ്ററൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം എല്ലാ മാസവും 4 ലക്ഷം വീതം EMI കെട്ടണം 7 കൊല്ലത്തേക്ക്. നമ്മുടെ ഒരു ഹോസ് രൂപത ഒരു മിഷൻ രൂപത ആയതുകൊണ്ട് അത്ര എളുപ്പമല്ലല്ലോ.
എല്ലാ അച്ഛന്മാരും ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കാണുക ഈ കാര്യം പറഞ്ഞുകൊണ്ട് നാട്ടിൽ ചെന്നപ്പോൾ ഒരു ഇടവകയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പള്ളിയകത്തിരുന്ന ഒരു ഹിന്ദു സ്ത്രീ ഞാൻ 1 സ്ക്വയർ ഫീറ്റ് സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് 25,000 രൂപ അവിടെ വികാരിച്ചിനെ ഏൽപ്പിച്ചു ഈ സ്ഥലത്തിന് വേണ്ടി. അതും കൂടി ഈ സ്ഥലത്തിൻ്റെ വാങ്ങിയ പണത്തിലുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണത്. ഹൊസൂർ രൂപത പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് തോമാശ്ലീഹ വളരെ കഷ്ടപ്പെട്ട് AD 52 ഇവിടെ വന്ന് ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തു. നമുക്കറിയാം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്ന്. 1, അവർക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു. 2, കുർബാനയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നിരുന്നു. 3, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു. 4, അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു. ഫെലോഷിപ്പ്, ഫെയ്ത്ത്, യൂക്കറിസ്റ്റ്, അതുപോലെ തന്നെ പ്രയർ. ഈ 4 കാര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമ്മളൊക്കെ ഇന്ന് ചെയ്യേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് ഈ ഹൊസൂർ രൂപതയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഹൊസൂർ രൂപതയിൽ ഞാനും സെക്രട്ടറി അച്ഛനും എല്ലാ ദിവസവും സാധിക്കുന്ന എല്ലാ ദിവസവും തന്നെ ഉച്ചവരെ പള്ളിയിൽ പ്രാർത്ഥനയും ഓഫീസ് കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കും. ഉച്ച കഴിഞ്ഞാൽ വീടുകളിലേക്ക് ഇറങ്ങും. ഒരു 15 വീടുകളിൽ ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ പോകും. ഇപ്പം നാളെ തിങ്കളാഴ്ച 15 വീടുകളിൽ പോകും. ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 7 മണി വരെ. അതിനുശേഷം 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ക്ലാസ്സൊന്നുമല്ല, അവർ യൂത്തും കുട്ടികളും മുതിർന്നവർ ഷെയർ ചെയ്യാണ് എങ്ങനെ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന വളർത്തിയെടുക്കാം, എങ്ങനെ കുടുംബ പ്രാർത്ഥന സജീവമാക്കാം, എങ്ങനെ നമ്മുടെ കാറ്റഗിസം മതബോധനം ശക്തമാക്കാം. ഈ 3 കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് 2 കാര്യങ്ങൾ. 1, ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഡ്രഗ്സും ഡ്രിങ്ക്സും ഇന്ന് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ സമൂഹത്തിൽ. അതിനെങ്ങനെ നേരിടാം. 2ാമത്തെ മൊബൈൽ അഡിക്ഷൻ. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ നിർദ്ദേശങ്ങൾ അവർ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഞാൻ എഴുതിയെടുക്കും. അതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ 2025 ജനുവരിയിൽ ആരംഭിച്ചതാണ് പോണ്ടിച്ചേരിയിൽ നിന്ന്. ഇത് വലിയൊരു രൂപതയാണ്. അവിടെ കാരക്കിൽ നിങ്ങൾ വേളാങ്കണ്ണി നിന്നല്ലേ വരുന്നത്. ഇപ്പോൾ അവിടെ മുതൽ ആരംഭിക്കുന്ന ഒരു രൂപതയാണ്. ബാംഗ്ലൂർ വരെ ഉണ്ട്. ഇപ്പോൾ 750 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്ന് 2025 ജനുവരിയിൽ ആരംഭിച്ചതാണ് ഈ വീടുകളിൽ പോകുന്ന രീതി. ഇപ്പോൾ ഒരു 100ഓളം യൂണിറ്റുകൾ പോയി കഴിഞ്ഞു, 100ഓളം ദിവസങ്ങളിൽ. അങ്ങനെ പോകുമ്പോൾ കൃത്യമായിട്ട് കുട്ടികളും യൂത്തും ഒക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുക എന്നുള്ളതാണ് വലിയൊരു എൻ്റെ കണ്ണ് തുറപ്പിക്കുന്നൊരു കാര്യം. തീർച്ചയായിട്ടും ഈ ഷെയറിംഗ് സെഷൻ, ആ കൂട്ടായ്മ വളർത്തുക, ആദിമസഭയിൽ തോമാശ്ലീഹ കൊണ്ടുവന്ന ആ ആദിമ സമൂഹത്തിന്റെ രീതിയിൽ നമ്മൾ തിരിച്ചു പോകണം. കൂട്ടായ്മ വളർത്തുക 1. 2, പ്രാർത്ഥന. പലരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുന്നവര് എനിക്ക് തന്നെ പലപ്പോഴും എന്നെ തന്നെ സ്വാധീനം ചെലുത്തുന്ന രീതിയിലാണ് കൃത്യമായിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന നല്ല ആത്മായ സുഹൃത്തുക്കൾ ഞാൻ കണ്ടുമുട്ടി പലയിടത്തും. പിന്നെ ഈ ഞങ്ങളുടെ ഹൊസൂർ രൂപതയിലെ യൂത്ത് ആണെങ്കിൽ ആ യൂത്ത് പ്രസിഡന്റ് ചെറുപ്പക്കാരനല്ലേ, അവൻ ഷെയർ ചെയ്തത് എന്താണെന്നറിയാവോ? ഈ 50 നോമ്പിൽ ആരും പറഞ്ഞിട്ടല്ല, ഒറ്റ ദിവസം പോലും മുടങ്ങാതെ 50 ദിവസവും ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമ്മളെ കൂടി നാണിപ്പിക്കുന്ന രീതിയാണ്. അപ്പം നല്ല ശക്തമായ ആധ്യാത്മികത നയിക്കുന്ന അൽമായരുണ്ട്. അതൊക്കെ വളരെ പ്രചോദനം നൽകുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കൂട്ടായ്മയിൽ നിന്നാണ്. അതുമാതിരി തന്നെ പ്രാർത്ഥന, കൂട്ടായ്മ, കുർബാന കേന്ദ്രീകൃതമായിട്ട് അവിടെ നിന്നാണ് ശക്തി. ഈശോ നമുക്ക് ശക്തി പകരുന്നത് കുർബാനയിൽ നിന്നാണ്. അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവർ ഭക്തിപൂർവ്വം പങ്കുചേർന്നിരുന്നെന്ന് കൃത്യമായിട്ട് ആക്ട്സ് 2:42 പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് പിശാച് ഇതേ തലം പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയൊക്കെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ വി ഷുഡ് ബി വെരി മച്ച് ഗാർഡഡ് ആൻഡ് വി ഷുഡ് ടേക്ക് മോർ പവർ ഫ്രം ദ യൂക്കറിസ്റ്റ്. അത് വളരെ ശ്രദ്ധിക്കണം നമ്മളെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതിന് ഹൊസൂർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുതുതായിട്ട് ഇപ്പോൾ വികാരച്ചൻ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ചാർജ് എടുത്തത്. ഇവിടുത്തെ പിരിഗിനി സെൻറ്ററിൻ്റെ ചാർജായിട്ടും ജോഷിൻ കൊക്കനച്ചനാണ്. അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്ന അച്ഛൻ ജോഷിൻ കൊക്കനച്ചനാണ്. ഇപ്പോൾ ജോഷിൻ കൊക്കനച്ചനാണ് ഇപ്പോൾ ഈ പിരിഗിനി സെൻറ്ററിൻ്റെയും അതുപോലെ മൈലാപ്പൂർ സീറോ മലബാർ ഇടവകേനെയും വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മനോഹരമായ ഒരു സംവിധാനം എത്രയും വേഗം ഒരുക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര കഴിവുള്ള അച്ഛനാണ്, എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ എത്രയും വേഗം അതും കൂടി സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ വിശുദ്ധ തോമാശ്ലീഹായുടെ കബറിടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ
നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ഒരു ദേവാലയം ഒരുക്കാനുള്ള ഒരു പദ്ധതിയാണ് പ്രത്യേകമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ദൗത്യം മനോഹരമായിട്ട് ചെയ്യാനായിട്ട് എനിക്കും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെതായ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടായാലും മറ്റു രീതിയിലും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ എല്ലാം ഭംഗിയായിട്ട് തീരുവാനും എല്ലാം ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് സഹായിക്കും. തോമാസ് നമുക്കൊരു മാക്സിമം വഹിക്കും ഉറപ്പും എനിക്കുണ്ട്. പിന്നെ പിതാവിൻ്റെയും ഈ രൂപത കുടുംബത്തിൻ്റെ മൊത്തം എല്ലാവരുടെയും വലിയൊരു പ്രാർത്ഥന സഹായം തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന സഹായം ഈ സമയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പണിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.